ഒറ്റ ശിഖരം സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മീനാക്ഷി അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മ ആരുമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നതെന്ന് പറയുന്നു. അപ്പോൾ പ്രസന്ന പറയുന്നുണ്ട്, അയൽവക്കത്തുള്ള 2 സ്ത്രീകളായിരുന്നു, അവർക്ക് എന്തെല്ലാം ചോദ്യങ്ങളാണ് എന്നോട് ചോദിക്കാനുള്ളതെന്ന്. ആരാ ഇവിടെ ഛർദ്ദിച്ചത്, എന്തിനാണ് ഛർദ്ദിച്ചത്, ആരാണ് ഇന്നലെ രാത്രി കാറിൽ ഇവിടെ വന്നത്, മോൾക്ക് എത്ര മാസം ഗർഭമുണ്ട്, അങ്ങനെ ഓരോരോ ചോദ്യങ്ങൾ. ഇത് കേൾക്കുന്ന മീനാക്ഷി പറയുന്നുണ്ട്, അമ്മ ഇതിനെന്തിനാ എല്ലാം മറുപടി പറയാൻ നിന്നതെന്ന് ചോദിക്കുന്നു. ഞാനൊന്നും മിണ്ടാതിരുന്ന വല്ലതൊക്കെ പറഞ്ഞു പരത്തിയാലോ എന്ന് വിചാരിച്ചിട്ട് ഇത്രയെങ്കിലും ഞാൻ അവരോട് സംസാരിച്ചതെന്ന് പ്രസന്ന പറയുന്നുണ്ട് കേട്ടോ. ഇപ്പം തന്നെ അവർക്ക് എന്തെല്ലാം സംശയങ്ങളാണ്, പോലീസുകാർ പോലും തോറ്റുപോകും, അതുപോലുള്ള ചോദ്യങ്ങളെല്ലാം അവരെന്നോട് ചോദിക്കുന്നത്. അപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട്, എല്ലായിടത്തും ഉണ്ടാവും അമ്മ ഇങ്ങനത്തെ ഓരോ ആൾക്കാർ. നമ്മുടെ കൊടയത്തൂരും ഉണ്ടായിരുന്നില്ല ഇതേപോലെയുള്ള 2 പേര്. അവർക്ക് 2 പേർക്ക് ന്യൂസ് പിടിച്ച് നടക്കുന്ന ഹോബി അല്ലായിരുന്നു, അമ്മ ഓർക്കുന്നില്ലേ എന്നെല്ലാം മീനാക്ഷി ചോദിക്കുന്നു. മീനാക്ഷി ചോദിക്കുന്നുണ്ട്, എന്നിട്ട് അമ്മ തൃപ്തികരമായ ഒരു മറുപടിയാണ് അവരോട് പറഞ്ഞത്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം മുൻകൂട്ടി പ്രതീക്ഷിച്ചിരുന്നു, അതുകൊണ്ട് തന്നെ എന്തെല്ലാം പറയണമെന്നതിന് ഞാൻ മുന്നേ തന്നെ ആലോചിച്ച് വെച്ചിരുന്നു എന്നെല്ലാം പറയുന്നു. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് അമ്മ പറയുന്നുണ്ട് കേട്ടോ. എന്നാലും അവർക്കൊരു സംശയം തീർന്നിട്ടില്ല മോളെ എന്ന് പറയുന്നു. അപ്പോൾ മീനാക്ഷി ചോദിക്കുന്നുണ്ട്, ഞാൻ ഗർഭിണിയായതിലാണോ അവർക്ക് ഇത്ര വലിയ സംശയം? അത് അവർ നോക്കിയപ്പോൾ കെട്ടിയവൻ്റെ വീട്ടുകാരെന്ന് പറഞ്ഞാൽ ആരും ഇങ്ങോട്ട് വരുന്നുമില്ല. പിന്നെ ഗൾഫിലാണ് കെട്ടിയവനെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ഭർത്താവിൻ്റെ വീട്ടിൽ പോയി നീ നിൽക്കാത്തതെന്നുള്ള സംശയമാണ് അവർക്ക്. ഇന്നലെ തന്നെ ഒരാൾ കാറും കൊണ്ട് ഇവിടെ വന്നിട്ട് നേരം വെളുക്കോളം അയാൾ പോയില്ലല്ലോ, ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. ഇതൊക്കെയാണ് അവരുടെ ചോദ്യങ്ങളെന്ന് മീനാക്ഷിയോട് പറയണ്ടമ്മ. അപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട്, ഗർഭിണിയെ കാണട്ടെ എന്നും പറഞ്ഞ് ഇങ്ങോട്ട് ഇടിച്ചു കയറി വന്നില്ലല്ലോ, അത് തന്നെ ഭാഗ്യം എന്ന് പറയുന്നു. അമ്മ പറയുന്നു, അതിന് മുൻപേ ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടതാന്ന് പറയുന്നു. എനിക്കറിയാലോ അവർ നിന്നെ കാണണമെന്ന് പറയുമെന്ന്, കണ്ടാൽ പിന്നെ തീർന്നു, അതെന്താ എന്ന് മീനാക്ഷി ചോദിക്കുന്നു. കല്യാണം കഴിഞ്ഞവരെയും കാണാത്തവരെയും കണ്ടാൽ മനസ്സിലാവില്ലേ എന്ന് പറയുന്നു. അതെങ്ങനെയാണെന്ന് മീനാക്ഷി അമ്മയോട് ചോദിക്കുന്നുണ്ട്. നിന്റെ കഴുത്തിൽ ഒരു താലിച്ചരടുണ്ടോ, കയ്യിലും അതുപോലെ കാതിലും വല്ല സ്വർണവും ഉണ്ടോ? കല്യാണ മോതിരം കയ്യിലിട്ട് നടക്കാത്ത ഏതു ഭാര്യയാണുള്ളത്? കയ്യിലും കഴുത്തിലും മാലയോ വളയോ എന്തെങ്കിലും ഉണ്ടോ നിനക്ക് എന്നെല്ലാം അമ്മ ചോദിക്കുന്നു. ഇങ്ങനെയാണ് ഒരു ഗൾഫുകാരൻ്റെ ഭാര്യ, ഇതെല്ലാം എല്ലാ ആൾക്കാർ ശ്രദ്ധിക്കുന്നതെന്ന് മീനാക്ഷിയോട് പറയുന്നുണ്ട്. അപ്പോൾ മീനാക്ഷി പറയുന്നു, അമ്മ ഒരു കാര്യം ചെയ്യേ, അച്ഛൻ വരുമ്പോൾ അച്ഛനോട് പറയും എനിക്ക് മാലയും വളയൊക്കെ വാങ്ങിച്ചു തരാൻ. ഇത് കേൾക്കുന്ന അമ്മ പറയുന്നുണ്ട്, അത് നീ മനസ്സിൽ വെച്ചാൽ അച്ഛൻ ഇതൊന്നും വാങ്ങിത്തരില്ല, എന്നാൽ പിന്നെ ഞാൻ എൻ്റെ കെട്ടിയവനോട് ചോദിച്ചോളാം എന്ന് പറയുമ്പോൾ അമ്മ പറയുന്നു, കെട്ടിയവനോ, ആരടി എൻ്റെ കെട്ടിയോന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട്, എൻ്റെ ഈ വയറ്റിൽ വളരുന്ന എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ MK മേനോൻ. ഇത് പറയുമ്പോൾ അമ്മ പറയും, മിണ്ടിപ്പോരുത്, നീ ഇതൊക്കെയാണോ ഈ മുറിയിനുള്ളിൽ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്നതെന്നെല്ലാം ചോദിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്